മെക്സിക്കോയിലെ രണ്ടാം പ്രഭാതത്തിൽ ഒരു ഹോട്ട് എയർ ബലൂണിൽ ആകാശയാത്രയ്ക്കായി എത്തിയിരിക്കുകയാണ് ഞാനിവിടെ. ആളുകൾ പല ബലൂണുകളിൽ ആകാശത്തേക്ക് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. പല ബാസ്ക്കറ്റുകൾ പോയിക്കഴിഞ്ഞു. ഞാൻ കയറിയ ബാസ്ക്കറ്റിൽ 16ഓളം ആളുകളും അതിന്റെ പൈലറ്റ് കാർലോസും റെഡിയാണ്. ബെർണർ ഇടയ്ക്കിടെ ഫയർ ചെയ്ത് ബലൂണിനെ തയ്യാറാക്കി നിർത്തുന്നു. ഗ്രൗണ്ട് ക്രൂവും എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. ഇടയ്ക്കിടെ പ്രൊപ്പൈൻ ഗ്യാസ് ചീറ്റിച്ച് തീ ആളിക്കത്തിക്കുന്നു. ഒടുവിൽ ഞങ്ങൾക്ക് പുറപ്പെടേണ്ട സമയമായി. ബലൂൺ ഉയർന്നു തുടങ്ങുന്നതുവരെ ഗ്രൗണ്ട് ക്രൂ ബാസ്ക്കറ്റ് എവിടെയും തട്ടുകയും മുട്ടുകയും ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ബലൂൺ സാവധാനം ഉയർന്നു തുടങ്ങി. ഞങ്ങൾ താഴെ നിൽക്കുന്ന ക്രൂവിനോട് യാത്ര പറഞ്ഞു. ചിലർ ഫോട്ടോ എടുത്തു. നിരന്ന മൈതാനം താഴ്ന്നു പോകുന്നു. ഡിന്നർ ഇൻ ദ സ്കൈ എന്ന പരിപാടിയുടെ ക്രെയിൻ ഒരു ഭാഗത്ത്. നിരവധി ബലൂണുകൾ ഉയർന്നു പൊങ്ങിയ മൈതാനം ഇപ്പോൾ ഏറെക്കുറെ ശൂന്യമാണ്. ഞങ്ങൾക്ക് ശേഷം 1-2 ബലൂണുകളെ ഇനി ഉയരാനുള്ളൂ. മൈതാനത്തിന്റെ അതിരും കടന്ന് ബലൂൺ നീങ്ങി. മെക്സിക്കോയിലെ തിയോത്തി ഹുവാക്കാൻ എന്ന ഭൂപ്രദേശമാണിത്. വലിയൊരു ആർക്കിയോളജിക്കൽ പ്രദേശം. താഴെ കള്ളിമുൾച്ചെടികളുടെ കൃഷിയിടങ്ങളും മറ്റും കാണാം. അതിനു സമീപം കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന മൈതാനങ്ങൾ. തനി മെക്സിക്കൻ ഗ്രാമക്കാഴ്ചകളാണ് ഇക്കാണുന്നത്. വലിയ പൊലിമയൊന്നുമില്ലാത്ത കാഴ്ചകൾ. പ്രൊപ്പൈൻ ഗ്യാസ് ഇടയ്ക്കിടെ ചീറ്റിച്ച് ഫ്ലെയിം കൂട്ടി വേണം ബലൂണിനെ ഉയർത്താൻ. വോക്കി ടോക്കിയിലൂടെ പലയിടത്തു നിന്നും നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. കാലാവസ്ഥ സംബന്ധിച്ചും കാറ്റിന്റെ ഗതി സംബന്ധിച്ചുമെല്ലാമുള്ള അറിയിപ്പുകൾ. വളരെ ശ്രദ്ധയോടെയാണ് പൈലറ്റ് ബലൂണിനെ നിയന്ത്രിക്കുന്നത്. ബലൂണുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനും മറ്റുമുള്ള സാധ്യതകൾ ഏറെയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ ലിവർ വലിക്കുമ്പോൾ ബർണറിലേക്ക് കൂടുതൽ ഗ്യാസ് ചെല്ലും. അപ്പോൾ ബർണർ കൂടുതൽ ആളിക്കത്തും. അങ്ങനെ ബലൂണിനകത്തെ വായു കൂടുതൽ ചൂടാവുമ്പോൾ അത് കൂടുതൽ ഉയരത്തിലേക്ക് നീങ്ങും. താഴെ കാണുന്നത് സാൻ ഫ്രാൻസിസ്കോ മസാപ്പ എന്നൊരു ഗ്രാമമാണ്. തിയോത്തി ഹുവാക്കാൻ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട ഒരു ഗ്രാമം. ഞങ്ങൾ ഉയർന്ന മൈതാനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഒരു ഉത്തരേന്ത്യൻ ഗ്രാമത്തിന്റെ കാഴ്ച തന്നെയാണ് ഇവിടെ കാണാനാവുന്നത്. ആസ്ബറ്റോസും തകരവും മേഞ്ഞ ചെറുവീടുകൾ. 1-2 നിലയുള്ള ചതുരപ്പെട്ടി പോലെ തോന്നുന്ന വീടുകൾ. അവയെല്ലാം ഒന്നിനോടൊന്ന് ചേർന്നു നിൽക്കുന്നു. ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ള മെക്സിക്കൻ അധോലോക പ്രവർത്തനങ്ങളുടെ വേദിയായ ഗ്രാമങ്ങൾ ഇതുപോലുള്ളവ തന്നെയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങളോ ആകർഷകമായ ഭവനങ്ങളോ ഒന്നുമില്ല. ആകാശക്കാഴ്ചയിൽ ഒരു ചേരി പ്രദേശമാണെന്ന് തോന്നും. 3500 ആളുകൾ വസിക്കുന്നുണ്ട് സാൻ ഫ്രാൻസിസ്കോ മസാപ്പയിൽ. അതിൽ കുറെ പേർ സ്വന്തമായ ഭാഷയുള്ള തനത് ഗോത്രവിഭാഗക്കാരാണ്. വേറെയും ബലൂണുകൾ ഞങ്ങളുടെ സമീപം താഴ്ന്നും ഉയർന്നുമൊക്കെ പറക്കുന്നുണ്ട്. താഴെ സ്ട്രീറ്റിൽ നാട്ടുകാരുടെ കാർ നീങ്ങുന്നു. വരണ്ട ഒരു ഭൂപ്രദേശമാണിത്. ബലൂണുകളെ പിന്തുടരുന്ന ട്രെയിലർ വാഹനങ്ങൾ. അതിലാണ് ലാൻഡ് ചെയ്യുന്ന ബലൂൺ തിരികെ കൊണ്ടുപോവുക. പല ലെവലിലുണ്ട് ബലൂണുകൾ. ചിലത് താഴ്ന്നു പറക്കുന്നു. മറ്റു ചിലത് ഉയരത്തിലാണ്. ഇപ്പോൾ താഴെ ഒരു വലിയ മൈതാന ഭാഗം കാണുന്നുണ്ട്. ഇത് സാൻ ഫ്രാൻസിസ്കോ മസാപ്പയുടെ പ്രധാന ഭാഗമാണ്. അവിടുത്തെ പള്ളിയും ഒരു ഭാഗത്ത് കാണാം. സാൻ ഫ്രാൻസിസ് ഓഫ് അസീസി ചർച്ച്. അതിനു മുന്നിലെ ഈ ഭാഗമാണ് ഗ്രാമത്തിലെ പ്രധാന സ്ക്വയർ. സാൻ ഫ്രാൻസിസ്കോ മസാപ്പ പോലെ പല ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും ഈ തിയോത്തി ഹുവാക്കാൻ പ്രദേശത്തുണ്ട്.
സാൻ സാന്താ മരിയ, സാൻ മാർട്ടിൻ, സാൻ സെബാസ്റ്റ്യൻ എന്നിങ്ങനെ പല പേരിലുള്ള ചെറുപട്ടണങ്ങൾ. മുകളിലെത്തിയതോടെ ആളുകൾ താഴത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന്റെയും സെൽഫി എടുക്കുന്നതിന്റെയും തിരക്കിലായി. സെൽഫി മഹോത്സവം തന്നെ നടക്കുന്നു. ഈ രണ്ടുപേരും ഞാനുമാണ് ഒരു കമ്പാർട്ട്മെന്റിലുള്ളത്. ഇടയ്ക്കിടെ അവരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുക എന്നതും എന്റെ ജോലിയായി. ഇവർക്ക് പുറത്തെ കാഴ്ചകളിലൊന്നും ഒരു താല്പര്യവുമില്ല. തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ മുതിർന്നവരും കുട്ടികളുമെല്ലാമുണ്ട്. ചിലർ ആകാശത്തിരുന്ന് ഇമെയിൽ അയക്കുന്നു. എന്നെപ്പോലെ താഴെയുള്ള കാഴ്ചകളിൽ കൗതുകമുള്ള അപൂർവം ചിലരുണ്ട്. ഞാൻ ഓരോ ദൃശ്യങ്ങളും പകർത്തിയെടുക്കുന്നതോടൊപ്പം താഴെയുള്ള ഗ്രാമത്തിന്റെ പേരും ലൊക്കേഷനുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഭൂരിപക്ഷം പേരും സെൽഫി എടുക്കുകയാണ്. പൈലറ്റ് ബലൂണിന്റെ ഗതി നിയന്ത്രിച്ചും അത് ഉയർത്തിയും താഴ്ത്തിയുമെല്ലാം ഞങ്ങൾക്ക് പരമാവധി കാഴ്ച കിട്ടാൻ സൗകര്യമൊരുക്കുന്നു. താഴെ തിയോത്തി ഹുവാക്കാൻ പ്രദേശത്തിന്റെ വിശാലതയാണ്. ആകാശത്ത് പല ലെവലുകളിലായി നിരവധി ബലൂണുകൾ. 100ഓളം ബലൂണുകളാണ് ഓരോ ദിവസവും ഇവിടെ പറക്കുന്നത്. ഈ താഴെ കാണുന്നതൊക്കെ തിയോത്തി ഹുവാക്കാന്റെ ചെറുഗ്രാമങ്ങളും അവിടുത്തെ കൃഷിയിടങ്ങളുമാണ്. ഞങ്ങളുടെ ബലൂൺ താമസിയാതെ ഇവിടുത്തെ ആർക്കിയോളജിക്കൽ സൈറ്റിന് മുകളിലേക്കെത്തും. എന്റെ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം തന്നെ ആ പ്രദേശം മുകളിൽ നിന്ന് കാണുക എന്നതാണ്. മുന്നിൽ ആ കാഴ്ച തെളിയുകയായി. ഒരു വമ്പൻ പിരമിഡ്. അതിനു മുകളിൽ നിരവധി ബലൂണുകൾ. ഇടതുവശത്ത് കാണുന്ന കൂറ്റൻ പിരമിഡ് സൺ പിരമിഡ് എന്നാണ് അറിയപ്പെടുന്നത്. തിയോത്തി ഹുവാക്കാൻ എന്ന ആർക്കിയോളജിക്കൽ സൈറ്റിലെ ഏറ്റവും പ്രധാന കാഴ്ചയാണ് സൺ പിരമിഡ്. ഒരു പർവ്വതം പോലെ നിൽക്കുകയാണത്. 65 മീറ്ററാണ് ആ പിരമിഡിന്റെ ഉയരം. 18 നിലയുള്ള ഒരു കെട്ടിടത്തേക്കാൾ ഉയരമുണ്ട് അതിന്. ബലൂൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ ഒരു ഷോട്ട് പൂർണ്ണമായി എടുക്കാനാവുന്നില്ലെന്നതാണ് എന്റെ പ്രശ്നം. തിയോത്തി ഹുവാക്കാൻ എന്ന ബൃഹത്തായ പ്രദേശം ആകാശത്തു നിന്നും ഇങ്ങനെ കാണാം. അതിവിസ്തൃതമായ പ്രദേശം. അതിന്റെ വലിയൊരു ഭാഗം ആകെ ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അവിടെ പുരാതന കാലം മുതൽ മനുഷ്യർ പടുത്തുയർത്തിയ പല പല നിർമ്മിതികൾ. BC 2-ാം നൂറ്റാണ്ട് മുതൽ ഒരു നഗരമായി നിലനിന്ന പ്രദേശമാണത്. ഇപ്പോൾ താഴെ വലിയൊരു കോറിഡോർ പോലൊരു ഭാഗം പടുതുവച്ചിരിക്കുന്നത് കാണാം. അവന്യൂ ഓഫ് ദി ഡെഡ് എന്നറിയപ്പെടുന്ന ഭാഗമാണത്. 40 മീറ്റർ വീതിയും 4 കിലോമീറ്റർ നീളവുമുണ്ടായിരുന്ന ഒരു പാതയാണത്. ഇക്കാണുന്നത് സിയൂഡാ ഡെല എന്ന തിയോത്തി ഹുവാക്കാന്റെ മറ്റൊരു ഭാഗമാണ്. അവന്യൂ ഓഫ് ദി ഡെഡിന്റെ തെക്കേ അറ്റത്താണ് ആ കോംപ്ലക്സ്. എനിക്ക് ഒരിടത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനാവുന്നില്ല. ബലൂൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നതാണ് കാരണം. താഴെ ചില തെരുവുകൾ. അതിലൂടെ ആളുകൾ ഓടുന്നത് കാണാം. ഒരു മാരത്തോൺ നടക്കുന്ന ദിവസമാണിന്ന്. ആകാശം നിറയെ ബലൂണുകൾ. പല നിറങ്ങളിലുള്ളവ. നല്ല ഉയരത്തിൽ പോകുന്നവയും വളരെ താഴ്ന്നു നീങ്ങുന്നവയുമുണ്ട്. ഞങ്ങളുടെ ബലൂൺ ഏതാണ്ട് മധ്യഭാഗത്താണ്. ബാസ്ക്കറ്റിൽ പല കമ്പാർട്ട്മെന്റുകൾ. ആളുകൾ ഒരുമിച്ച് ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നതിലൂടെ ബാസ്ക്കറ്റ് മറിയാതിരിക്കാനാണ് കമ്പാർട്ട്മെന്റുകൾ തിരിച്ചിരിക്കുന്നത്. ബലൂണിനകത്തെ ചൂടുവായുവിന്റെ അളവ് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെല്ലാമുണ്ട് പൈലറ്റ് കാർലോസിന്റെ സമീപം. ചില കാഴ്ചകൾ അദ്ദേഹം കാണിച്ചു തരികയും ചെയ്യും. സിയൂഡാ ഡെല പ്രദേശം ഒരിക്കൽ കൂടി കാഴ്ചയിലേക്കെത്തുന്നു. അവിടെയുമുണ്ട് വലിയൊരു പിരമിഡ്. ഒരു പുരാനഗരത്തിലെ പ്രധാന മാർക്കറ്റായിരുന്നു സിയൂഡാ ഡെല. അതിന് സമീപത്തുകൂടിയാണ് അവന്യൂ ഓഫ് ദി ഡെഡ് കടന്നുപോകുന്നത്. പഴയകാലത്തെ ഒട്ടേറെ നിർമ്മിതികളുണ്ട് സിയൂഡാ ഡെലയിൽ. കൃത്യമായ അളവിൽ കൃത്യമായ അകലത്തിൽ പണിത കൽനിർമ്മിതികൾ. ദൈവത്തിന്റെ സ്ഥലമെന്നാണ് തിയോത്തി ഹുവാക്കാൻ എന്ന വാക്കിന്റെ അർത്ഥം.
മെക്സിക്കോയുടെ ക്ലാസിക് കാലഘട്ടത്തിന്റെ അതിസമ്പന്നമായ ശേഷിപ്പുകളാണ് അവിടെയുള്ളത്. ഇക്കാണുന്നതാണ് സൺ പിരമിഡ്. അവന്യൂ ഓഫ് ദി ഡെഡിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായാണ് സൺ പിരമിഡ്. പൂർണ്ണമായും ശില കൊണ്ട് നിർമ്മിച്ചതാണ് പിരമിഡ്. അതിന്റെ ഏറ്റവും മുകളിൽ പുരാതന കാലത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അത് പിന്നീട് തകർക്കപ്പെടുകയാണുണ്ടായത്. മെക്സിക്കോയിൽ അസ്ടെക് ജനവിഭാഗം ശക്തി പ്രാപിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ടോൾടെക് ജനതയുടെ പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു ഇത്. എന്നാൽ പിന്നീട് അധികാരം സ്ഥാപിച്ച അസ്ടെക്കുകളാണ് ഇതിന് സൂര്യന്റെ പിരമിഡ് എന്ന് പേരിട്ടത്. ആരാണ് ഈ വമ്പൻ പിരമിഡ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ ഇതേവരെ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല. AD 100-നോടനുബന്ധിച്ചാണ് അത് പണിതതെന്നാണ് പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അക്കാലത്ത് ഇവിടെ വസിച്ചിരുന്ന ജനസമൂഹത്തിന്റെ വിശ്വാസങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രതീകമാണിത്. അങ്ങേയറ്റത്ത് മറ്റൊരു പിരമിഡ് കാണാം. മൂൺ പിരമിഡാണത്. ബലൂൺ കറങ്ങിപ്പോയതിനാൽ എനിക്കത് വിശദമായി കാണാനായില്ല. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അന്തരീക്ഷത്തിൽ ആകെ ഒരു മൂടലുണ്ട്. പുകയാണ്. സമീപത്തെവിടെയോ തീയിട്ടതിനാൽ അന്തരീക്ഷത്തിൽ വ്യാപിച്ച പുക. വളരെ ഉയരത്തിൽ വേറെയും ബലൂണുകൾ പറക്കുന്നുണ്ട്. മലനിരകൾ തിയോത്തി ഹുവാക്കാൻ താഴ്വരയെ അതിരിട്ടു നിൽക്കുന്നു. വീണ്ടും സാൻ ഫ്രാൻസിസ്കോ മസാപ്പ ഗ്രാമത്തിന്റെ കാഴ്ചയിലേക്കെത്തുന്നു. ഗ്രാമത്തിന്റെ ഒരതിരാണിത്. പണ്ടുകാലത്ത് പ്രവർത്തിച്ചിരുന്നതും ഇപ്പോൾ നിലച്ചുപോയതുമായ ഏതോ സ്ഥാപനങ്ങളുടെ വൃത്താകാര കെട്ടിടങ്ങളും മറ്റുമുണ്ട് താഴെ. ഇതെല്ലാം സാൻ ഫ്രാൻസിസ്കോ മസാപ്പ ഗ്രാമത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതിന്റെ ഒരു വശത്തുകൂടി ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. പണ്ട് ഈ റെയിൽവേ ലൈൻ മറ്റൊരു ഭാഗത്തുകൂടി പണിയാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇന്ന് പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമായിരുന്നു അത്. സൺ പിരമിഡിന് മധ്യത്തിലൂടെ കടന്നുപോകും വിധമായിരുന്നു റെയിൽവേയുടെ രൂപരേഖ. അന്ന് ഈ പ്രദേശമാകെ കാടുപിടിച്ചും പിരമിഡ് മണ്ണുമൂടിയും കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പിരമിഡ് ഒരു കുന്നാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ കുന്ന് ഡൈനാമിറ്റ് വെച്ച് തകർക്കാൻ ശ്രമം തുടങ്ങി. ഡൈനാമിറ്റ് പൊട്ടിയിട്ടും കുന്ന് അടർന്നു മാറിയില്ല. തുടർന്ന് മണ്ണ് നീക്കി തുടങ്ങിയപ്പോഴാണ് അതൊരു പിരമിഡാണെന്നും ചുറ്റിലും പല നിർമ്മിതികളുണ്ടെന്നും കണ്ടെത്തിയത്. അന്ന് തുടങ്ങിയ ഉത്ഖനന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്റെ കമ്പാർട്ട്മെന്റിലുള്ളവർക്ക് എത്ര ഫോട്ടോകൾ എടുത്തിട്ടും മതി വരുന്നില്ല. ഒറ്റയ്ക്ക് നിന്നും ഒരുമിച്ചു നിന്നും അവർ ഫോട്ടോ എടുത്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പല പല ബലൂണുകൾ. യാത്ര പുറപ്പെട്ട മൈതാനത്തല്ല ചെന്നിറങ്ങുക. ഈ വിധം ഓരോ കൃഷിയിടത്തിനു നടുവിലും മറ്റുമായിരിക്കും ലാൻഡിംഗ്. എവിടെയാണോ താഴാൻ പറ്റുന്നത് അവിടെ ഇറക്കുക എന്നതാണ് രീതി. വിമാനം പോലെയോ ഹെലികോപ്റ്റർ പോലെയോ കൃത്യമായി ഒരു സ്ഥലത്ത് കൊണ്ടുചെന്നിറക്കാനാവില്ല. എവിടെയെങ്കിലും ചെന്നിറങ്ങും. അവിടേക്ക് പിക്കപ്പ് വാനുമായി ഗ്രൗണ്ട് സ്റ്റാഫ് എത്തും. താഴെ കാണുന്നത് സാൻ മാർട്ടിൻ സെൻട്രോ എന്ന നഗരഭാഗമാണ്. ഈ മേഖലയിലെ ഏറ്റവും തിരക്കുള്ള നഗരമാണത്. ഇക്കാണുന്ന മൈതാനത്തു നിന്നുമാണ് ഞങ്ങളുടെ ബലൂൺ പറന്നുയർന്നത്. അതിന്റെ ഒരു ഭാഗത്ത് ഡിന്നർ ഇൻ ദ സ്കൈ എന്ന പരിപാടിയുടെ ക്രെയിൻ. ഞാൻ ബോർഡിംഗ് പാസ് എടുത്ത പവലിയൻ മറ്റൊരു വശത്ത്. ബലൂൺ അവിടെ തന്നെ തിരിച്ചിറങ്ങുമെന്ന് ഒരു ഉറപ്പുമില്ല. മറ്റു ബലൂണുകളുടെ കാര്യവും അങ്ങനെ തന്നെ. മറ്റു ബലൂണുകളൊന്നുമില്ലാത്ത ഒരിടം ഞങ്ങൾക്ക് ഇറങ്ങാനായി കണ്ടുപിടിക്കണം. പൈലറ്റ് കാർലോസ് അതിനുള്ള അന്വേഷണത്തിലാണ്. കുറെ നേരം കൂടി പറന്ന ശേഷമേ ഇത് നിലത്തിറക്കൂ. ബലൂണുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. സമീപത്തൊന്നും ഇലക്ട്രിക് കമ്പി ഉണ്ടാവാനും പാടില്ല. പ്രൊപ്പൈൻ ഗ്യാസിന്റെ വലിയ കുറ്റികൾ. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിനേക്കാൾ വലുതാണത്.
അതിൽ നിന്നും റെഗുലേറ്ററും ട്യൂബും വഴി ഗ്യാസ് ബർണറുകളിലേക്ക് എത്തിക്കുന്നു. 4-5 സിലിണ്ടറുണ്ട്. ബർണർ പ്രത്യേക തരത്തിലുള്ളതാണ്. എല്ലാ സമയത്തും ബർണർ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കുകയില്ല. ബലൂണിന്റെ പ്രധാന ഭാഗമായ എൻവലപ്പിൽ വായുവിന്റെ ചൂട് കുറയുമ്പോഴാണ് ബർണർ കൂടുതൽ ജ്വലിപ്പിക്കുന്നത്. എൻവലപ്പിലെ വായു തണുത്തു തുടങ്ങുമ്പോഴാണ് ബലൂൺ താഴുക. ലാൻഡിംഗിന്റെ കൃത്യസ്ഥലം ഒരു പൈലറ്റിനും നിശ്ചയിക്കാനാവില്ല. എൻവലപ്പിന് മുകളിൽ ഒരു വാൽവുണ്ട്. ഈ ബലൂണിന്റെ മുകളിൽ വൃത്താകാരത്തിൽ കാണുന്നതാണത്. അത് സാവധാനം തുറക്കുമ്പോൾ ഉള്ളിലെ ചൂടുള്ള വായു പുറത്തേക്ക് പോകും. അതോടെ ബലൂൺ താഴ്ന്നു തുടങ്ങും. ഈ ബലൂൺ ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ ഒരു മൈതാനമുണ്ട്. അവിടെ ചെന്നിറങ്ങാൻ പോകുന്നു. ചുവന്ന നിറമുള്ള മറ്റൊരു ബലൂൺ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഇറങ്ങുന്നത്. മറ്റൊന്ന് കൃഷിയിടങ്ങൾക്ക് നടുവിലെ ഒരു വെളിമ്പറമ്പിൽ ചെന്നിറങ്ങിയിരിക്കുന്നു. ഇറങ്ങിയ ബലൂണുകളെ ലക്ഷ്യമാക്കി പിക്കപ്പ് ട്രക്കുകൾ ഹൈവേയിലൂടെ പായുന്നത് കാണാം. ഈ ഹൈവേയിലൂടെയാണ് ഞാൻ മെക്സിക്കോ സിറ്റിയിൽ നിന്നും ടിയോത്തി ഹുവാക്കാനിലേക്ക് വന്നത്. നല്ല ഹൈവേകൾ ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളെല്ലാമുണ്ട് മെക്സിക്കോയിൽ. ഈ ഭാഗത്ത് ടൂറിസം മാത്രമല്ല, ചില വ്യവസായങ്ങളുമുണ്ട്. അവിടേക്കുള്ള കെമിക്കൽസും മറ്റും കൊണ്ടുപോകുന്ന ട്രക്കുകളും കാണാം. പല പല വലിയ ഫാക്ടറികൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. കാർഷികോൽപ്പന്നങ്ങളുടെ പ്രോസസ്സിംഗ് കേന്ദ്രങ്ങളാണ് ഇക്കാണുന്നത്. ജനം വലിയ സമ്പന്നരൊന്നുമല്ലെങ്കിലും ഇന്ത്യയേക്കാൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള രാജ്യമാണ് മെക്സിക്കോ. മാരത്തോണിൽ പങ്കെടുക്കുന്നവരുടെ കാറുകൾ നിരന്നു കിടക്കുന്നു ഒരു ഭാഗത്ത്. മത്സരാർത്ഥികൾ ഹൈവേയിലൂടെ ഓടുന്നതും കാണാം. ചിലയിടത്ത് ബലൂണുകൾ പുറപ്പെടാൻ റെഡിയായി നിൽക്കുന്നു. എന്റർടൈൻമെന്റിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ് താഴെ കാണുന്നത് മുഴുവൻ. ഈ നീല ബലൂണും ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ബലൂണിന്റെ ദിശ സംബന്ധിച്ച് പൈലറ്റിന് കാര്യമായൊന്നും ചെയ്യാനുണ്ടാവില്ല. ആവശ്യാനുസരണം എൻവലപ്പിലെ വായു ചൂടാക്കി ബലൂൺ ഉയർത്താനും വാൽവ് തുറന്ന് ചൂടുവായു പുറത്തുവിട്ട് ബലൂണിനെ താഴ്ത്താനും മാത്രമേ അയാൾക്ക് കഴിയൂ. പിന്നെ എങ്ങനെയാണ് മറ്റു ദിശയിൽ ബലൂൺ നീങ്ങുന്നത് എന്ന് സംശയിക്കാം. അന്തരീക്ഷത്തിൽ പല ലെയറുകളിലായി വായു വ്യത്യസ്ത ദിശകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ ലെയറിലേക്കും ബലൂണിനെ കയറ്റി നിർത്തും, അല്ലെങ്കിൽ ഇറക്കി നിർത്തും. വായു വടക്കോട്ട് സഞ്ചരിക്കുന്ന ഒരു ലെയറിലേക്കാണ് ബലൂൺ പ്രവേശിക്കുന്നതെന്ന് കരുതുക. അതും വായുവിനൊപ്പം വടക്കോട്ട് പോകും. തെക്കോട്ടാണ് ബലൂണിന് പോകേണ്ടതെങ്കിൽ വായുസഞ്ചാരം തെക്കോട്ടുള്ള ലെയറിലേക്ക് അതിനെ കയറ്റിയോ ഇറക്കിയോ നിർത്തും. വായുപ്രവാഹങ്ങളുടെ ഗതി സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് പൈലറ്റിന് ലഭിക്കുക. വളരെ കൗതുകകരവും രസകരവുമായ ഒരു തൊഴിലാണ് ഹോട്ട് എയർ ബലൂൺ പൈലറ്റിന്റേത്. സ്പെയിൻ, UK, ഓസ്ട്രേലിയ, US എന്നിവിടങ്ങളിൽ ഇത്തരം പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന പ്രമുഖമായ സെന്ററുകളുണ്ട്. ഇന്ത്യയിൽ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഹോട്ട് എയർ ബലൂൺ റൈഡിന് സൗകര്യമുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഇത് അധികം പ്രചാരത്തിലായിട്ടില്ല. പുറത്തെ കാഴ്ചകൾ കാണുന്നതിനൊപ്പം പൈലറ്റിന്റെ പ്രവർത്തനങ്ങൾ കൂടി നിരീക്ഷിച്ചുകൊണ്ടാണ് ഞാനിരിക്കുന്നത്. ബലൂണിന്റെ സാങ്കേതികവിദ്യ എന്നിൽ കൗതുകം നിറയ്ക്കുന്നുണ്ട്. ബർണറുകൾക്ക് തന്നെയുണ്ടൊരു ചന്തം. ഗ്യാസ് തുറന്നുവിട്ട് അത് ആവശ്യാനുസരണം കത്തിക്കുന്നു. അത് മാത്രമാണ് പൈലറ്റിന്റെ പ്രധാന പണി. കൂടുതൽ കത്തിച്ചാൽ ബലൂൺ കൂടുതൽ ഉയരും. തീയുടെ അളവ് കുറയ്ക്കുകയും എൻവലപ്പിലെ വാൽവ് തുറക്കുകയും ചെയ്താൽ ബലൂൺ താഴുകയും ചെയ്യും. 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ കൊമേഴ്ഷ്യൽ ബലൂൺ പൈലറ്റ് ലൈസൻസ് ലഭിക്കൂ. കൂടാതെ വിവിധ ടെസ്റ്റുകളിൽ വിജയിക്കേണ്ടതുണ്ട്. ബർണറിലുള്ള നിയന്ത്രണമാണ് പൈലറ്റ് പ്രധാനമായും ചെയ്യുന്നത്.
താഴെ അങ്ങകലെ ഒരിടത്തുനിന്നും പുക പൊങ്ങിപ്പരക്കുന്നുണ്ട്. കർഷകർ കൃഷിയിടത്തിൽ തീയിട്ടിരിക്കുന്നതാണത്. ഇവിടെ വലിയൊരു ജലാശയവും അതിനു നടുവിൽ ഒരു കെട്ടിടവും കാണാം. അതിവിടുത്തെ ക്യാമ്പസ് ട്രേ എന്ന ക്ലബ്ബാണ്. സ്പോർട്സ് ക്ലബ്ബാണത്. ഫുട്ബോൾ മൈതാനം ഉൾപ്പെടെ വലിയൊരു സ്പോർട്സ് കോംപ്ലക്സുമുണ്ട് കാഴ്ചയിൽ. ഇന്നാട്ടിൽ ചെറിയ ഗ്രാമങ്ങളിൽ പോലും അതുണ്ട്. തിയോത്തി ഹുവാക്കാന്റെ കൃഷിയിടങ്ങൾക്ക് മുകളിലൂടെ ഞങ്ങളുടെ ബലൂൺ നീങ്ങിക്കൊണ്ടിരുന്നു. ഇറങ്ങാനുള്ള തയ്യാറെടുപ്പോടെ.